കണ്ണൂർ സ്കൂൾ ബസ് അപകടത്തിൽ ആക്ഷേപം സർക്കാരിലേക്ക് നീങ്ങുകയാണ്. ഫിറ്റ്നസ് അവസാനിച്ച സ്കൂൾ ബസ്സുകൾക്ക് ഗതാഗത കമ്മീഷണർ ചട്ടവിരുദ്ധമായി കാലാവധി നീട്ടി നൽകി. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യപ്രകാരം നീട്ടി നൽകാനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. പ്രവൃത്തി ദിവസങ്ങളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തിയാൽ സർവീസ് മുടങ്ങുമെന്നായിരുന്നു സ്കൂളുകളുടെ പരാതി. ഇതിനെതിരെയാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രൈവറ്റ് ബസ്സുകൾ മര്യാദ പാലിക്കണമെന്നും ഗുണ്ടകളെയും ചട്ടമ്പികളെയാണോ ബസ്സിൽ ജീവനക്കാരാക്കി വെക്കുന്നത്, നല്ല ഡ്രൈവർ ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കണ്ട എന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചു. ഒരു പോളിസി ഗവൺമെന്റ് പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിക്കാന്നുള്ളത്. പ്രൈവറ്റ് ബസ്സുകാർ അവരുടേതായ മര്യാദകൾ പാലിക്കണം. ഗുണ്ടകളെയും ചട്ടമ്പികളെയും ഡ്രൈവറാക്കി വെക്കുക, കണ്ടക്ടറാക്കി വെക്കുക, ക്ലീനറാക്കി വെക്കുക. നമ്മുടെ കൊച്ചു മക്കൾ പോലും സ്കൂളിൽ പോകുമ്പോൾ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കേരളത്തിൽ അനുവദിക്കില്ല. ഇന്ന് നമ്മൾ ടി വിയിൽ കണ്ടു, ഒരു ബസ് ഓവർടേക്ക് ചെയ്ത് വന്ന് മറ്റേ വണ്ടിയെ ചേർത്ത് നിർത്തി ഒരുമാതിരി ചട്ടമ്പിത്തരം. ആ ചട്ടമ്പിത്തരത്തിന് 2 വണ്ടിയുടെയും പേര് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാൻ, പെർമിറ്റ് റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുക. അല്ല, ഒരു മയം ഈ കാര്യത്തിലില്ല. അതുപോലെ പോലീസ് വെരിഫിക്കേഷൻ വേണം. എല്ലാ പ്രൈവറ്റ് ബസ്സിൻ്റെയും ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ക്രിമിനൽ കുറ്റങ്ങളിൽ പെട്ടിട്ടില്ല എന്ന് പോലീസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ ഇനി ഒരു വണ്ടിയിലും ഡ്രൈവറെ വയ്ക്കാൻ പറ്റില്ല. ഡ്രൈവറെ കിട്ടാൻ ബുദ്ധിമുട്ടെന്നൊക്കെ പറയും, കുഴപ്പമില്ല, ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഓടിക്കണ്ട. പക്ഷെ നാട്ടുകാർക്ക് ക്രിമിനൽസിനെ കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ കോട്ടയത്ത് ഇന്നലെ പിടിച്ച ആള് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഡ്രൈവർ. ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഡ്രൈവർ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ KSRTC ജോലി കയറണമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലേ? പ്രൈവറ്റ് ബസ്സിൽ അത് ബാധകമാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയാണ്. ഈ ഒരു മാസത്തിനുള്ളിൽ എല്ലാം പരിശോധിക്കും, അല്ലാത്തവരെ പുറത്താക്കും. കാരണം പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഏത് ജോലിക്കും ആവശ്യമാണ്. പക്ഷേ ഒരു ഡ്രൈവർ, ഇന്നലെ കോട്ടയത്ത് വണ്ടി ചേർത്ത് ടി വിയിൽ കണ്ട ദൃശ്യം. അതുപോലെ KSRTCയിലെ ഒരു ഡ്രൈവർ ഇടതുവശത്തുള്ള ഓട്ടേക്ക് ചെയ്തു. ഒരു സഹോദരി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വളരെ സ്പ്ലിറ്റ് സെക്കൻഡിലാണ് അവർ ജീവൻ രക്ഷപ്പെടുന്നത്. ആ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കി. KSRTC ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കി. നിങ്ങൾ അറിയണം കേട്ടോ, നമ്മളെ മാറ്റം പോകും. അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് 6 മാസത്തേക്ക്. ആ പ്രൈവറ്റ് ബസ്സുകാരനെയും ചെയ്തു. കാരണം ആ റോങ് സൈഡ്, അയാൾ റോഡിൻ്റെ ടാർഗറ്റ് നിർത്തണം, ഒതുക്കി നിർത്തണ്ടേ? ബസ് ആളെ ഇറക്കണമെങ്കിൽ ഒതുക്കി നിർത്തണം, അല്ല നട റോഡിലല്ലല്ലോ ആളെ ഇറക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഒരു മാനദണ്ഡം വരികയാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഈ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചുള്ള കളികൾ ഇനി കുറഞ്ഞു വരും. ഡ്രൈവിംഗ് ലൈസൻസിന് നമ്മൾ അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിൽ ഈ ബ്ലാക്ക് മാർക്ക് വരാൻ പോവുകയാണ്. 6 തവണ മാർക്ക് വന്നു കഴിഞ്ഞാൽ, പഞ്ചിങ് വന്നു കഴിഞ്ഞാൽ ലൈസൻസ് താനെ അങ്ങ് കട്ടാവും. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.